അമേരിക്കയിലേക്ക് യാത്ര ചെയ്യാൻ പ്ലാൻ ചെയ്യുകയാണോ? അല്ലെങ്കിൽ നിങ്ങളുടെ കൊച്ചുകുട്ടികൾക്കായി US വിസയ്ക്ക് അപേക്ഷിക്കാൻ ഒരുങ്ങുകയാണോ? എങ്കിൽ മാതാപിതാക്കൾ നിർബന്ധമായും അറിഞ്ഞിരിക്കേണ്ടുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു പുതിയ അറിയിപ്പുമായിട്ടാണ് ഇന്ത്യൻ US എംബസി രംഗത്തെത്തിയിരിക്കുന്നത്. മുൻപ് കൊച്ചുകുട്ടികൾക്ക് US വിസ ലഭിക്കാൻ ഡ്രോപ്പ് ബോക്സ് അല്ലെങ്കിൽ ഇന്റർവ്യൂ വേവർ സൗകര്യം ലഭ്യമായിരുന്നു. അതായത് 14 വയസ്സിൽ താഴെയുള്ള കുട്ടികളെ നേരിട്ട് കോൺസുലേറ്റിൽ അഭിമുഖ്യത്തിന് എത്തിക്കേണ്ടതില്ലായിരുന്നു. എന്നാൽ ഇനി അത് നടക്കില്ല എന്നാണ് US എംബസി അറിയിച്ചിരിക്കുന്നത്. ഇന്ത്യയിലെ US എംബസി ഇപ്പോൾ ഏറ്റവും പുതിയൊരു വ്യക്തത വരുത്തിയിരിക്കുകയാണ്. നവജാത ശിശുക്കളായാലും 17 വയസ്സുള്ള കുട്ടികളായാലും വിസ ഇന്റർവ്യൂവിന് കുട്ടി നേരിട്ട് ഹാജരാകണം. മാതാപിതാക്കൾ മാത്രം ഇന്റർവ്യൂവിന് പോയാൽ വിസ ലഭിക്കില്ല. എന്താണ് ഈ പുതിയ മാറ്റത്തിന് കാരണം? ഡ്രോപ്പ് ബോക്സ് സൗകര്യം പൂർണ്ണമായും നിർത്തിയോ? ഫോട്ടോ ഗൈഡ് ലൈനുകൾ എന്തൊക്കെയാണ്? ഈ നിയമത്തിൽ എന്തെങ്കിലും ഇളവുകളുണ്ടോ എന്നതിനെ കുറിച്ച് എംബസി നൽകുന്ന വിവരങ്ങളാണ് നമ്മൾ ഇന്ന് വിശദമായി നോക്കുന്നത്. ഇന്ത്യയിലെ US എംബസി വിസ ഫ്രൈഡേ സോഷ്യൽ മീഡിയ വിൻഡോ സീരീസിലൂടെയാണ് ഈ സുപ്രധാന സന്ദേശം പങ്കുവച്ചിരിക്കുന്നത്. മാതാപിതാക്കൾക്കിടയിലുള്ള വലിയ തെറ്റിദ്ധാരണ ഇതിലൂടെ തിരുത്തുകയാണ് എംബസി ചെയ്തത്. എംബസി അധികൃതർ വ്യക്തമാക്കുന്നത് ഇതാണ്: അമേരിക്കയുടെ അതിർത്തി സുരക്ഷയും ദേശീയ സുരക്ഷയും ഉറപ്പുവരുത്തുന്നതിൽ വിസ ഇന്റർവ്യൂ നിർണായക പങ്ക് വഹിക്കുന്നു. അപേക്ഷിക്കുന്ന വ്യക്തി എത്ര ചെറിയ കുട്ടിയായാലും വിസ ഓഫീസർക്ക് അപേക്ഷകനെ നേരിട്ട് കാണേണ്ടത് നിർബന്ധമാണ്. അതായത് ജനിച്ചു വീണ കുഞ്ഞാണെങ്കിലും 18 വയസ്സ് തൊട്ട് താഴെയുള്ള കൗമാരക്കാരനാണെങ്കിലും എംബസിയിലോ കോൺസുലേറ്റിലോ ഉള്ള ഇന്റർവ്യൂ വിൻഡോയ്ക്ക് മുന്നിൽ കുട്ടി ഭൗതികമായി ഹാജരാകണം. മാതാപിതാക്കൾക്ക് കുട്ടികൾക്ക് പകരം ഇന്റർവ്യൂവിൽ പങ്കെടുക്കാൻ സാധിക്കില്ല. മുൻപ് നമ്മൾ കണ്ടിട്ടുള്ളത് 14 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്കും 79 വയസ്സിന് മുകളിലുള്ളവർക്കും നേരിട്ട് ഇന്റർവ്യൂ ഇല്ലാതെ ഡ്രോപ്പ് ബോക്സ് വഴി വിസ പുതുക്കാനോ അപേക്ഷിക്കാനോ സാധിച്ചിരുന്നു. എന്നാൽ അടുത്ത കാലത്തായി അമേരിക്കൻ വിസ നയങ്ങളിൽ വന്ന കർശനമായ മാറ്റങ്ങളുടെ ഭാഗമായി ഈ ഇളവുകൾ ഭൂരിഭാഗവും നിർത്തലാക്കി. ഇപ്പോൾ നോൺ ഇമിഗ്രന്റ് വിസയ്ക്ക്, ഉദാഹരണത്തിന് B1 B2 വിസിറ്റർ വിസ അപേക്ഷിക്കുന്ന ഭൂരിഭാഗം കുട്ടികൾക്കും ഇൻ പേഴ്സൺ ഇന്റർവ്യൂ നിർബന്ധമാണ്. വയോധികർക്കും കുട്ടികൾക്കും നൽകിയിരുന്ന സാർവത്രിക ഇളവുകൾ ഇപ്പോൾ ലഭ്യമല്ല. അപ്പോൾ എല്ലാവർക്കും ഇത് ബാധകമാണോ എന്നാണ് പലരും ചോദിക്കുന്നത്. ചില അപൂർവ ഇളവുകൾ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് എന്നാണ് അധികൃതർ പറയുന്നത്. A1, A2, G1 തുടങ്ങിയ നയതന്ത്ര ആവശ്യങ്ങൾക്കായി യാത്ര ചെയ്യുന്ന കുട്ടികളാണ് ഇതിൽ വരുന്നത്. അതുപോലെ മുൻപ് വിസ ലഭിച്ചപ്പോൾ 18 വയസ്സ് പൂർത്തിയാകാത്തവർക്ക് 12 മാസത്തിനുള്ളിൽ വിസ പുതുക്കുമ്പോൾ ഇളവ് ലഭിച്ചേക്കാം. എന്നാൽ കുട്ടിയുടെ കാര്യത്തിൽ ആദ്യമായി അപേക്ഷിക്കുമ്പോൾ ഇന്റർവ്യൂ നിർബന്ധമാണ്. കൂടാതെ കോൺസുലാർ ഓഫീസർക്ക് ആവശ്യമെന്ന് തോന്നിയാൽ ഏത് അപേക്ഷകനെയും നേരിട്ട് വിളിച്ചു വരുത്താനുള്ള അധികാരവും ഉണ്ടായിരിക്കും. കുട്ടികളുമായി ഇന്റർവ്യൂവിന് പോകുമ്പോൾ മാതാപിതാക്കൾ അറിഞ്ഞിരിക്കേണ്ടുന്ന ചില സാങ്കേതിക കാര്യങ്ങളുണ്ട്. എന്തൊക്കെയാണെന്ന് നോക്കാം. ഫോട്ടോ കൃത്യമായി 2x2 ഇഞ്ച് വലിപ്പത്തിൽ ഉള്ളതായിരിക്കണം. പശ്ചാത്തലം വെളുത്തതോ ഓഫ് വൈറ്റോ ആയിരിക്കണം. കുട്ടിയുടെ മുഖം വ്യക്തമായി മധ്യത്തിൽ കാണണം. കുഞ്ഞുങ്ങളുടെ ഫോട്ടോ എടുക്കുമ്പോൾ കണ്ണുകൾ തുറന്നിരിക്കണം. മുഖത്ത് ഷാഡോയോ മറ്റു വസ്തുക്കളോ ഉണ്ടാകരുത്. കണ്ണടകൾ ഉപയോഗിക്കാൻ പാടില്ല എന്ന് ഇന്ത്യൻ US എംബസി വ്യക്തമായി നിർദ്ദേശിക്കുന്നു. കുട്ടിയുടെ ഒറിജിനൽ പാസ്പോർട്ട്, DS-160, കൺഫർമേഷൻ പേജ്, അപ്പോയിന്റ്മെന്റ് കൺഫർമേഷൻ, കുട്ടിയുടെ ജനന സർട്ടിഫിക്കറ്റ്, മാതാപിതാക്കളുടെ പാസ്പോർട്ട്, വിസ രേഖകൾ എന്നിവ നിർബന്ധമായും കരുതണമെന്നും ഉദ്യോഗസ്ഥർ അറിയിച്ചു. ഇനി മുതൽ കുട്ടിയുടെ വിസ അപ്പോയിന്റ്മെന്റ് എടുക്കുമ്പോൾ ഇന്റർവ്യൂ തീയതിയിൽ കുട്ടിയെയും കൂടെ കൊണ്ടുപോകാൻ മാതാപിതാക്കൾ മുൻകൂട്ടി തയ്യാറെടുക്കണമെന്നും എംബസി അറിയിച്ചിട്ടുണ്ട്. ദൂരസ്ഥലങ്ങളിൽ നിന്ന് കോൺസുലേറ്റിലേക്ക് വരുന്നവർ യാത്രയും താമസവും കുട്ടിയുടെ സൗകര്യവും മുൻനിർത്തി പ്ലാൻ ചെയ്യേണ്ടതുണ്ട്. നിയമങ്ങളിൽ മാറ്റങ്ങൾ വരുന്നത് സാധാരണയായതിനാൽ അപേക്ഷ സമർപ്പിക്കുന്നതിന് മുൻപ് US എംബസിയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ കയറി വിവരങ്ങൾ പരിശോധിക്കണം. കൂടുതൽ ഇമിഗ്രേഷൻ വാർത്തകൾ അറിയാൻ ഗ്ലോബൽ സമയം സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം നിങ്ങളുടെ സംശയങ്ങളും അഭിപ്രായങ്ങളും താഴെ കമന്റ് ചെയ്യുക.